30,000 ഇൻറ്റു ഒരു 70 രൂപ കൂട്ടി കഴിഞ്ഞാൽ 21 ലക്ഷം രൂപ. 21 ലക്ഷം രൂപയായി ഒരു വർഷം കൊണ്ട് കിട്ടാവുന്ന പ്രോഫിറ്റ് ആണ്. പാലക്കാട് ഫിഷറീസിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. 6 മാസം 13 ദിവസം കൊണ്ട് 2 കിലോ റെക്കോർഡിക്കലി അത് പെല്ലറ്റ് കൊടുത്തിട്ട്. നമ്മുടെ ഹാച്ചറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. മത്സ്യ കുഞ്ഞുങ്ങളെ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തിരിച്ചെടുക്കും. അതന്നെ, നമ്മളിവിടെ ഇങ്ങനെ ഡെയിലി വാഷ് ചെയ്യും. ഡെയിലി ചെയ്യും അല്ലേ? അപ്പം അപ്പോഴെ കുഞ്ഞുങ്ങൾ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാണാൻ നിങ്ങൾക്ക് ക്വാളിറ്റി. എന്ത് കൃഷിയായാലും നമുക്കത് പഠിച്ചു വരുമ്പോഴാണ് നമുക്കത് ലാഭമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ലാഭകരമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് തീറ്റയുടെ ഒരു എക്സ്പെൻസ് കുറച്ചാൽ മാത്രം മതി. മത്സ്യകൃഷി 100% വിജയമാണ്. വീടുകളിൽ നമുക്കൊരു 50 സ്ക്വയർ ഫീറ്റ് 25 സ്ക്വയർ ഫീറ്റുള്ള ചെറിയ ടാങ്കുകളിൽ വളർത്താൻ പറ്റിയൊരു മീനാണ് അനാബസ്. അതായത് അതിന് പ്രത്യേകിച്ച് നമ്മൾ വാട്ടർ ചേഞ്ച് അങ്ങനെ കാര്യങ്ങൾ, ഒരു വാട്ടർ ചേഞ്ചിന്റെ ആവശ്യമില്ല. പിന്നെ തവിട് പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കൊടുത്താൽ മതി കരിമീൻ. അതായത് കരിമീൻ നാച്ചുറൽ ഫീൽഡിൽ വളർന്നു, നാച്ചുറൽ ഫീൽഡിൽ വളരും. ഫണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ബാങ്ക് ഉണ്ട്, നമുക്ക് ബാങ്ക് വഴി നമുക്ക് ലോൺ അപേക്ഷിക്കാം. അതിന് സബ്സിഡി കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്രൊജക്ട് നമ്മൾ റെഡി ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തുതരും. അനുവിട നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കേരളത്തിലെ മത്സ്യകൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും ചേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്നില്ല. അതെ. അതായത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഫിഷ് ഹാച്ചറിയാണ് നമ്മുടെ മേക്കര ഫിഷ് ഹാച്ചറി എന്ന് പറയുന്നത്. എന്നാലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താവോ? പിന്നെ തീർച്ചയായിട്ടും. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ പട്ടിക്കാട്, അതായത് തൃശ്ശൂർ മണ്ണുത്തി അടുത്താണ് എൻ്റെ വീട്. ഞാൻ ഫിഷറീസിൽ അക്വാകൾച്ചർ കോർഡിനേറ്ററായിട്ട് 5-8 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. നല്ല മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കുക, അല്ലെങ്കിൽ നല്ല മത്സ്യകൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഹാച്ചറി തുടങ്ങുന്നത്. അങ്ങനെയാണ് ഹാച്ചറി ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ ഹാച്ചറി ചെയ്തുകൊണ്ട് പോകുന്നു. നമ്മൾ എത്ര വർഷമായിട്ടാ നമ്മൾ ഈ ഫിഷ് ഹാച്ചറി സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 15 വർഷത്തോളമായിട്ടുണ്ട്. 15 വർഷമായിട്ടുണ്ട്. നമ്മൾ ഓൾ കേരള ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. ഓൾ കേരള നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികവും നമ്മൾ ആൾക്കാർ ഓൺലൈനായിട്ടാണ് മേടിക്കുന്നത്. 15 കൊല്ലമായി നമ്മൾ ഹാച്ചറി തുടങ്ങിയിട്ട്. അതിന് മുന്നേ ഈ ഫീൽഡുമായിട്ട്, അതായത് ഈ മീൻ വളർത്തൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര വർഷമാകും? അപ്പോൾ ഈ ഒരു ഫീൽഡായിട്ട് ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു 7-8 വർഷം ഫിഷറീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അക്വാകൾച്ചർ കോർഡിനേറ്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. നമ്മളിവിടെ പ്രധാനമായിട്ട് ഏതെല്ലാം തരം മീൻ കുഞ്ഞുങ്ങളെ ചെയ്യുന്നുണ്ട്? നമ്മളിവിടെ വാള, അല്ലെങ്കിൽ വരാല്, കരിമീൻ, കട്ട്ള, അനാബസ്, ഗൗരാമി, അങ്ങനെയുള്ള മീനുകൾ, വളർത്തു മീനായിട്ടുള്ള എല്ലാ മീനുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ഡെലിവറി ചാർജ് തന്നു കഴിഞ്ഞാൽ നമ്മളത് അവർക്ക് അവരുടെ വീടുകളിലേക്കല്ല, അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. അടുത്ത പാഴ്സൽ സർവീസ് അവിടെ പാഴ്സൽ സർവീസിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പൊതുവെ മീൻ വളർത്തുന്ന ആൾക്കാര് ഒരുപാട് പേര് മീൻ വളർത്തിയിട്ട് ജീവിക്കുന്നുണ്ട്. ഒരുപാട് കർഷകരുണ്ട്, നല്ല ലാഭത്തിൽ പോകുന്ന ഒരുപാട് കർഷകരുണ്ട്. ഞാൻ പാലക്കാട് ഭാഗത്തൊക്കെ പോയപ്പോൾ ചേട്ടന്റെ തന്നെ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാത്തവരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പേടിക്കുന്നവരോ ഒരുപാട് പേരുണ്ട്. അവർ ഇതിനെല്ലാം നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പോ നമ്മളെ മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിനെ പേടിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എന്താണ് പറയാ? അവർക്ക് ഒന്നുമില്ല പറയാൻ. വേറെ എന്ത് കൃഷിയായാലും നമുക്കത് പഠിച്ചു വരുമ്പോഴാണ് നമുക്കത് ലാഭമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ലാഭകരമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് തീറ്റയുടെ ഒരു എക്സ്പെൻസ് കുറച്ചാൽ മാത്രം മതി. മത്സ്യകൃഷി 100% വിജയമാണ്. ഇപ്പോൾ വാളയായിക്കോട്ടെ, വരാലായിക്കോട്ടെ, കരിമീനായിക്കോട്ടെ. കരിമീനൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ എക്സ്പെൻസ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് കരിമീൻ എന്ന് പറയുമ്പോൾ. അപ്പം നമുക്കറിയാം, കരിമീനിന് വേറെ ഒന്നും വേണ്ട, കുറച്ച് തെങ്ങുമ്പട്ടയും കുറച്ച് പായലുണ്ടായ കരിമീൻ തനിയെ വലുതാവും. പിന്നെ തവിട് പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കൊടുത്താൽ മതി കരിമീനിന്. അതായത് കരിമീൻ നാച്ചുറൽ ഫീൽഡിൽ വളരും. നമുക്ക് ഫ്രഷ് വാട്ടർ കരിമീനാണ് നമ്മുടെ അടുത്തുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ നമുക്ക് ഈ മത്സ്യം വളർത്തുന്നതിനായിട്ട് ലോൺ എങ്ങനെ കിട്ടാം, ലോൺ നമ്മൾ കൊടുക്കല്ല ചെയ്യണത്, ലോൺ എങ്ങനെ കിട്ടും, നമുക്ക് അത് എങ്ങനെ പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് മത്സ്യകൃഷി ചെയ്യാനുള്ള കൺസൾട്ടിങ് നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാച്ചറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. മത്സ്യ കുഞ്ഞുങ്ങളെ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ പാലക്കാട് ഒരു ഫാമിൽ പോയപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു, ചേട്ടനാണ് സ്ഥിരമായിട്ട് അവര് മീൻ കളക്ട് ചെയ്യുന്നത്, അവർ വളർത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ കേരളത്തിൽ എവിടെയായിരുന്നാലും നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ പറയുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഇപ്പൊ എല്ലാവരും കട്ട്ല രോഗം അല്ലെങ്കിൽ പല വേറെ മീനുകളൊക്കെ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്ന മീനുകൾ, അതായത് വാള, വരാലി അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട്.
നമ്മളെടുക്കും. കരിമീനെല്ലാം നമ്മൾ എടുക്കും. കരിമീനൊക്കെ നമുക്ക് എങ്ങനെ പോലും 350 രൂപ റേഞ്ച് വില കിട്ടുന്നുണ്ട് കിലോക്ക്. നമുക്ക് അധികം എക്സ്പെൻസ് ഇല്ലാണ്ട് വളർത്താൻ പറ്റിയ കൃഷിയാ കരിമീൻ. നമുക്ക് നാച്ചുറൽ ആയിട്ട് പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തവിട്, പിണ്ണാക്ക്, ചാണകം ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് ഇവർ വളരും. ഫീഡിങ്ങിന്റെ കാര്യങ്ങളായിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നാലും ഒരുപാട് പേര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് തീറ്റ കൊടുത്തിട്ട് അവിടെയാണ് നമുക്ക് നഷ്ടം വരുന്നത്. ഇത് രസമാണ് തീറ്റ ഭാരം അങ്ങനെ ഇടുക. അതെ, മീനുകൾ പൊന്തി വരുന്നുണ്ട്. പക്ഷെ അത് സ്റ്റാർട്ടിങ് കുറച്ചാൾ കൊടുക്കാം, കമ്പനി തീറ്റ സ്റ്റാർട്ടിങ് കൊടുക്കാം, 1 മാസത്തോളം കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എത്രയും പെട്ടെന്ന് ആ തീറ്റയിൽ മാറുക. പിന്നെ ആ തീറ്റയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടത്തിലേക്ക് പോകും. തീറ്റ ഒരുപാട് കിലോയ്ക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്. വരാൽ കൃഷി നടത്തുകയാണെങ്കിൽ നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട്. വരാലിന് നമ്മളൊരു പൗഡർ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ വരാലിന്റെ തീറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടാക്കുന്ന നമ്മുടെ തീറ്റ പ്രോട്ടീൻ പൗഡറാണ് നമ്മൾ ഡയറക്റ്റ് വരാലിന് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് കൊടുക്കുന്ന വഴി നമുക്ക് എന്താ വെച്ചാൽ ഈ വരാലിന് നല്ല ഗ്രോത്താ കിട്ടുന്നത്. ചേട്ടാ ഇപ്പം തന്നെ പറഞ്ഞു നമ്മൾ ഇപ്പോൾ ഈ മത്സ്യകൃഷിക്കായിരുന്നാലും കോഴി വളർത്തൽ അങ്ങനെയുള്ള കൃഷിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരായിരുന്നാലും കേരള സർക്കാരായിരുന്നാലും ഒത്തിരി സഹായങ്ങൾ, ലോണ്, സബ്സിഡി എല്ലാം ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്കും അത് അറിയില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ SBI, കാനറ ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ പോവുക. ബാങ്കുകളിൽ പോയിട്ട് നമ്മളിങ്ങനെ മത്സ്യ വളർത്തുന്നുണ്ട്, മത്സ്യയോജന പദ്ധതി, പ്രധാനമന്ത്രി മത്സ്യയോജന പദ്ധതി, അങ്ങനെയുള്ള പദ്ധതികളെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ബാങ്കിൽ ചോദിക്കുക. അപ്പൊ SBI, കാനറ അങ്ങനെയുള്ള ബാങ്കുകൾ നമ്മളെ കൃഷിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകളാണ്. അപ്പൊ അവിടെയാണ് നിങ്ങൾ പോകുന്നത്. അവിടെ പോയിട്ട് നിങ്ങൾ ലോൺ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. അപ്പൊ നിങ്ങൾക്ക് മത്സ്യകൃഷി ചെയ്യാനുള്ള പ്രോജക്റ്റ് നമ്മൾ റെഡി ആക്കി തരും. പ്രോജക്ട് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് നിങ്ങൾ ബാങ്കിൽ കൊടുത്താൽ മാത്രം മതി. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടും. അതിപ്പോ മുദ്രയ്ക്കായിരുന്നാലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്കീമിനായിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോ ഈ കുളം വെട്ടാനായിട്ടായിരുന്നാലും എല്ലാത്തിനും ലോൺ അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അല്ലല്ല എല്ലാത്തിനും ലോൺ ആവാം. അത് നമ്മൾ അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, പ്രൊജക്ട് റെഡിയാക്കി തരാൻ പറയും ബാങ്ക് പറയണത്. ഇപ്പൊ ഒരു കർഷകൻ വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറയണേ എനിക്കിപ്പോ ഇത്ര സെന്റ് വസ്തു ഉണ്ട്, അതിന്റെ അകത്ത് ഒരു കുളം, ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഒരു കുളം, അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതെ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പറഞ്ഞുതരാം. ഒരു ഏക്കറിൽ നമ്മൾ ഒരു 25,000 വാള ഇട്ടു, നമുക്കൊരു 30 ടൺ മീൻ കിട്ടി. ആ 30 ഇൻറ്റു നമുക്ക് കിട്ടാൻ പോകുന്ന 70 രൂപയാണ് ഒരു കിലോന്. മനസ്സിലായോ? 30,000 കിലോ ഇൻറ്റു 70. അപ്പൊ നിങ്ങൾ അത് ഗുണിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും എത്ര എമൗണ്ട് നമുക്ക് ലാഭമായിട്ട് വരുന്നത്. അതെ. അതുകൊണ്ട് ഈ മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് അവർ വാളകൃഷി ചെയ്യുമ്പോ നമ്മൾ കമ്പനി തീറ്റ വാങ്ങിയിട്ട് കൊടുക്കില്ല. നമ്മൾ കംപ്ലീറ്റ് ഹോട്ടൽ വേസ്റ്റ്, കോഴി വേസ്റ്റ്, ബേക്കറി വേസ്റ്റ്, ഇങ്ങനെയുള്ള ഫുഡ് വേസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭമായിട്ട്, ചേട്ടൻ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് 10-30 ലക്ഷം രൂപ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം 10 വർഷം കൊണ്ട്. നമ്മളെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ചേട്ടന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് കൈത്തീറ്റ കൊടുത്ത് വളർത്താൻ പറ്റിയ മത്സ്യം ഏതാണ്? ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ വരാൽ തന്നെയാണ്. മാർക്കറ്റ് റേറ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റ് ഇപ്പൊ ഇന്നിപ്പോ 270 രൂപ 250 രൂപ മാർക്കറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നുണ്ട്. വരാലിനെ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ടല്ലോ, വരാൽ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. ചേട്ടാ നമുക്ക് കുറച്ച് മീൻ കുഞ്ഞുങ്ങളും അതിന്റെ വളർത്തു രീതിയും തീറ്റ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരാം. പിന്നെന്താ, തീർച്ചയായിട്ടും. ഇതാണ് നമുക്ക് ആസാമാള എന്ന് പറഞ്ഞിട്ടുള്ള മീന്. ആസാമാള ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വീടുകളിൽ നമുക്ക് മത്സ്യകൃഷി ചെയ്യാം. അപ്പോൾ വീടുകളിൽ നമുക്ക് ടാങ്കുകളിൽ, ചെറിയ കുളങ്ങളിലൊക്കെ നമുക്ക് ഇട്ട് നമുക്ക് വീട്ടിലുള്ള ചോറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പച്ചക്കറി വേസ്റ്റ് അത് കൊടുത്തിട്ട് വളർത്താൻ പറ്റിയൊരു മീനാണിത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് നമ്മുടെ യുവജനങ്ങളൊക്കെ എല്ലാവരും പുറം രാജ്യങ്ങളിലേക്കും ഗൾഫിലേക്കൊക്കെ പോവുകയാണ്. അപ്പൊ ഗൾഫിൽ നിന്ന് റിട്ടയർ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കൊക്കെ നമുക്ക് ഇത് കൃഷി ചെയ്തിട്ട് നമുക്കൊരു 10-30 ലക്ഷം രൂപ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? ഇത് ഒരു ഏക്കറിൽ ചെയ്ത് കഴിഞ്ഞാൽ 30 ലക്ഷം രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ആസാമാള വേറെ ഒറ്റ കൃഷിയും വേണ്ട. നമുക്ക് വെറും കോഴി വേഷം, ഹോട്ടൽ വേഷം മാത്രം നമ്മൾ പന്നി വളർത്തുന്ന പോലെ വളർത്തിയെടുക്കാം. നമുക്ക് പന്നി വളർത്തും പോലെ ഫുഡ് വേസ്റ്റ് കൊടുത്തിട്ട് വളർത്തിയെടുക്കാം. ഇത് എങ്ങനെ പോലും പറഞ്ഞാൽ 2 കിലോ 3 കിലോ വരും. 3 കിലോ വരെ വെയിറ്റ് വയ്ക്കാം. ഏതാണ് അതിന് എത്ര സമയം? ഒരു വർഷം കൊണ്ട് 3 കിലോ വരെ സൈസ് വരുന്നുണ്ട്. മാർക്കറ്റ് റേറ്റ് എങ്ങനെയുണ്ട്? മാർക്കറ്റ് റേറ്റ് നമ്മൾ തന്നെ ഇത് തിരിച്ചെടുക്കുന്നുണ്ട്. എടുക്കും. ഇത് എങ്ങനെ പോലെ 70 രൂപ കിട്ടുന്നുണ്ട് കിലോക്ക്. 70 രൂപ ഒരു മീൻ 3 കിലോ എന്ന് പറയുമ്പോ തന്നെ ഇൻറ്റു 220 രൂപ 250 രൂപ ഒരു മീനിന് കിട്ടി. അതെ. അത് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണ്, കൂടി വരെയാണ്. നിങ്ങൾ 25,000 മീൻ ഇട്ടാ പൈസ അത്രയും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇങ്ങോട്ട് അതായത് നമുക്ക് ഒരു 30,000 കിലോ കൂട്ടാം. 30,000 ഇൻറ്റു ഒരു 70 രൂപ കൂട്ടി കഴിഞ്ഞാൽ
കണ്ടാ 21 ലക്ഷം രൂപ 21 ലക്ഷം രൂപയായി ഒരു വർഷം കൊണ്ട്. ഒരു വർഷം കൊണ്ട് കിട്ടാവുന്ന പ്രോഫിറ്റ് ആണ്. അതെ, നമ്മളിപ്പോ ഇതിൽ നമുക്ക് ചെലവ് നമുക്കൊരു 5 ലക്ഷം പോയാലും നമുക്ക് 15 ലക്ഷം നമുക്ക് ലാഭമാണ്. എങ്ങനെ പോയാലും ഒരു 15 ലക്ഷം രൂപ നമുക്ക് സുഖമായിട്ട് സുഖമായിട്ട് വരും. ഒരു 8 മാസം കൊണ്ട് എടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒരു വർഷം തികച്ചു വേണ്ട, ഒരു വർഷം വേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ വളർത്തിയെടുക്കാം. അതെ, ഒരു ഏക്കറിൽ നമുക്ക് 30,000 വരെ ചെയ്യാൻ പറ്റും. 30,000 വരെ ചെയ്യാം. ഇതിന്റെ കുഞ്ഞുങ്ങളെ വെള്ളം കയറി ഇറങ്ങി പോവാവുന്ന സംവിധാനമാണെങ്കിൽ നമുക്ക് കൂടുതലിടാൻ പറ്റും. 30,000 വരെ ചെയ്യാം. വെള്ളം കയറി ഇറങ്ങി പോവാവുന്ന സംവിധാനത്തിൽ വേണം കുളങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ സീരിയസ് ആയിട്ട് മത്സ്യകൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മൾ വിളിക്കുമ്പോ എപ്പോഴും വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം വിളിക്കാം. നമ്മളിപ്പോ വന്നപ്പോ തന്നെ കണ്ടതാണ്, നിങ്ങള് ചേട്ടനും ചേച്ചിയും കൂടെ എത്ര നേരം കൊണ്ട് ഇവിടെ. അതെ, പണികൾ ഉണ്ടാവും നമുക്ക് ഫാമിൽ. വെള്ളം മാറണം, തീറ്റ കൊടുക്കണം, മീൻ പാക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് സംശയങ്ങൾ പറയാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഞാനും വൈഫും കൂടിയാണ് നോക്കണത്. അപ്പൊ ഒരുപാട് ആൾക്കാർ വിചാരിക്കും ഇപ്പൊ എന്താ ഫോൺ എടുക്കാത്തത്. അപ്പൊ നമുക്ക് അതിന് സമയം കിട്ടില്ല. അതുകൊണ്ട് വീഡിയോസിന്റെ അടിയിലെല്ലാം ഫോൺ എടുക്കാൻ സമയം കിട്ടില്ല. അത് ഒരു തവണ ഇവിടെ വന്ന് നോക്കുന്നവർക്ക് അറിയാം നമ്മൾ എന്തുമാത്രം ജോലി ഒരു ദിവസം പണിയുണ്ടാവും. ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മീൻ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ പാക്ക് ചെയ്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം. രാവിലെ ഉച്ച വരെ നമുക്ക് അതാണ് പണി. ഒന്ന് മീൻ എണ്ണിയാണ് നമ്മൾ കൊടുക്കുന്നത്. സംശയങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമുക്ക് സമയം എന്ന് വെച്ചാൽ 5 മണിക്ക് ശേഷം നിങ്ങൾക്ക് 11 മണി വരെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം. നമ്മൾ റെഡിയാണ് പറഞ്ഞുതരാം. നമ്മളിപ്പോ ആസാമള കണ്ടല്ലോ ഇവിടെ, അത് ഇപ്പൊ കുഞ്ഞിന്റെ സൈസ് എങ്ങനെയാ, അല്ല പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കുഞ്ഞിന് 6 രൂപ റേഞ്ച് വരുന്നുണ്ട്. 6 രൂപ റേഞ്ച്. ഇത് കുറച്ച് വലിയ കുഞ്ഞുങ്ങളാണ്. അതെ, നല്ല വലിയ കുഞ്ഞുങ്ങളാണ്. ഇത് കുറച്ച് വലിയ കുഞ്ഞുങ്ങൾ 6 രൂപ റേഞ്ച് വരും. പിന്നെ ഇത് ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ഇപ്പൊ ഇതുപോലത്തെ കുഞ്ഞുങ്ങളുണ്ടാവും. അതൊക്കെ നമുക്കൊരു 5 രൂപ റേഞ്ച് വരും. 5 രൂപ റേഞ്ച് വരും. 6 to 5. 6 to 5. സൈസ് അനുസരിച്ചാണ് റേറ്റ് വരും. ഇതിപ്പോ നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു 8 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് 8 മാസം കൊണ്ട് 2 തൊട്ട് 3 കിലോ വരെ വെയിറ്റ് കിട്ടും. സുഖമായിട്ട് വരുന്നുണ്ട്. അതിന് ഇത് മറ്റേ ഷാർക്ക് ഇനത്തിൽ വരുന്ന മീനാണ്. അപ്പൊ നമുക്ക് ഇതിന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫീഡ് കൊടുത്താലാണ് ഇത് വളർച്ച കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ ഈ മാംസ്യം അടങ്ങിയിട്ടുള്ള കോഴി വേസ്റ്റ് കൊടുക്കാൻ പറയുന്നത്. കോഴി വേസ്റ്റ് കഴിക്കുമല്ലേ? അത് നന്നായിട്ട് കഴിക്കും. അപ്പൊ വലിയ കുളങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിത് ബൾക്കായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മൾ കോഴി വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കോഴി വേസ്റ്റ് കഴിക്കാതെ വന്നിട്ട് മീൻ ചാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഇതിന് ആസാമളക്ക്? കോഴി വേസ്റ്റ് നമ്മൾ ഗണ്യായിട്ട് കൊണ്ടിടുമ്പോ അത് കോഴി വേസ്റ്റ് കഴിക്കാണ്ട് കെട്ടിക്കിടന്നിട്ട് അത് കുളം മെല്ലനായിട്ട് ചത്തുപോകും. ഇല്ല, ഇത് വേസ്റ്റ് ഇട്ടതൊന്നും അവിടെ കാണില്ല. നിങ്ങൾ ഇതിനെ ബോയിൽ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ബോയിൽ ചെയ്ത് ഇതിന്റെ തൂവലൊക്കെ മാറ്റിയതിന് ശേഷം കുടല് മാത്രം നമ്മൾ ഈ മാങ്ങ ഉറക്കുന്ന തോട്ടി പോലെ ഒരു ട്രേ ഇങ്ങനെ ഉണ്ടാക്കാം. അതിന്റെ ഉള്ളിൽ വേണം ഇത് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഡയറക്റ്റ് കൊണ്ട് വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ടരുത്. മാറ്റാൻ പറ്റും. പരിസര മലിനീകരണം ആവും. ഇതാകുമ്പോ നമ്മളൊരു വട്ടത്തില് കമ്പി വളച്ചിട്ട് അതിലിങ്ങനെ വല കെട്ടും. എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ വേസ്റ്റ് ഇട്ടേണ്ടത്. അപ്പൊ അതിൽ നിന്നാണ് ഇവര് കഴിക്കുക. നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇതെടുത്ത് മാറ്റി വെക്കാൻ പറ്റും. വേസ്റ്റ് ആയിട്ട് അവിടെ കിടക്കില്ല, പരിസര മലിനീകരണങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. ഇത് ഇവർക്ക് ആവശ്യമുള്ളവർ കഴിച്ചതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ടാങ്ക് വൃത്തിയാക്കണാണ്. ഇപ്പൊ നമുക്ക് പല കർഷകർക്കും അല്ലെങ്കിൽ ചെറിയ വീടുകളിൽ ചെറുതായിട്ട് മീൻ വളർത്തണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ടാങ്ക് നിർമ്മിക്കേണ്ട രീതിയാണിത്. ഇപ്പം 3 സൈഡിൽ ഇങ്ങനെ സ്ലോപ്പ് കൊടുത്തിട്ട് വേണം ഒരു ടാങ്ക് നിർമ്മിക്കാനായിട്ട്. അപ്പൊ ഈ ടാങ്കിന്റെ നീളം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇപ്പൊ ഈ ഒരു ടാങ്കിലാണെങ്കിൽ നമുക്ക് വരാൽ കൃഷി ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 500 മീനിനെ വളർത്താനുള്ള ടാങ്കാണ് ഇത്. 500 മീൻ വരെ 500 മീൻ വരെ വളർത്താൻ പറ്റും ഈ ഒരു ടാങ്കിൽ. ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റോളം വരും. ഒരു 13 അടി നീളവും ഏകദേശം ഒരു 12 അടി വീതിയും ഇതുണ്ട്. അപ്പൊ ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റോളം ഇത് വരും. 130 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 500 വരാലിന് വളർത്താൻ പറ്റും. പിന്നെ ഇത് വാഷ് ചെയ്യേണ്ടത് ഇപ്പൊ ഇത് ഇങ്ങനെ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടോ? 3 സൈഡും സ്ലോപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ വേസ്റ്റ് കംപ്ലീറ്റ് ഇങ്ങനെ വാഷ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? ഇത് ഡെയിലി വാഷ് ചെയ്താൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, കുഞ്ഞുങ്ങൾ തീറ്റ എടുക്കുള്ളൂ. പല കർഷകരും പറയാറുണ്ട് വളർച്ച കിട്ടണില്ല എന്ന്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവര് ടാങ്കിന്റെ അടിയിലുള്ള ഈ സെഡിമെന്റ്സ് വാഷ് ചെയ്ത് കളയില്ല. ഈ സെഡിമെന്റ്സ് വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇത് കണ്ട അവിടെ കണ്ണു മുഴുവൻ സെഡിമെന്റ്സ് ആണ്. ഇതിങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ്. വെള്ളം നല്ല ക്വാളിറ്റി വേണം. ഇപ്പൊ നമ്മുടെ വെള്ളമൊക്കെ തെളിഞ്ഞെടുക്കണണ്ട.
ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യണം. ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യണം അല്ലേ? അതെ അതെ. ഇത് കണ്ട ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കണെന്ന് വെച്ചാല് ഒരു നെറ്റ് വെച്ചേക്കുക. ഈ നെറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം പോണത്. മീൻ കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുകയും ചെയ്യും. മീൻ കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കുകയും ചെയ്യും. ഓക്കെ. കേട്ടോ, ഇത് കരിമീൻ കുഞ്ഞുങ്ങളാണല്ലേ? അത് കരിമീൻ കുഞ്ഞുങ്ങളാണ്. ഇപ്പൊ നല്ല തെളിഞ്ഞു, കണ്ടോ, ടാങ്ക് ക്ലിയർ, നല്ല വൃത്തിയായി. എന്നിട്ട് വേണം നമ്മളിത് ക്ലോസ് ചെയ്യാൻ. ഈ വേസ്റ്റ് മൊത്തം പോയി. നമ്മൾ തൊഴുത്തൊക്കെ കഴുകില്ലേ, അതുപോലെ വാഷ് ചെയ്ത് വിടണം. ഡെയിലി വാഷ് ചെയ്ത്. നമുക്ക് വളർത്തുന്ന ആൾക്കാർക്ക് ഡെയിലി വാഷ് ചെയ്യണ്ട, ആഴ്ചയിൽ ഒരിക്കൽ. ഇപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യണ കാരണം ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി വാഷ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളിത് കരിമീന്റെ കുഞ്ഞുങ്ങളാണ്. കരിമീൻ കുഞ്ഞുങ്ങളാണ്. അതെ അതെ. ഈ കരിമീൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കണ്ടില്ലേ, ഒക്കെ 1.5-2 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം നമുക്ക് തീറ്റ എടുത്തു തുടങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇതിന് ചെറിയ കുഞ്ഞുങ്ങൾ ഇടാൻ ശ്രമിക്കരുത്. ഒരു 1.5-2 ഇഞ്ചുള്ള കുഞ്ഞുങ്ങൾ വേണം, ഈ ഒരു വലിപ്പങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ വേണം നമുക്ക് കുളങ്ങളിൽ നിക്ഷേപിക്കാൻ. ഇത് ഫ്രഷ് വാട്ടറിലുള്ള കരിമീൻ കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമുക്കിത് നാച്ചുറൽ ആയിട്ട് കുളത്തിൽ ഇട്ടിട്ട് വലുതാക്കാം. നമുക്ക് നമ്മൾ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് വലിയ തീറ്റയൊന്നും വേണ്ട, തവിടും പിണ്ണാക്കും ചാണകം മാത്രം ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെ പോലും ഒരു വർഷം കൊണ്ട് ഇതൊരു 350 ഗ്രാം 300 ഗ്രാം വളർച്ച വരുന്നുണ്ട്. ഒരു വർഷം കൊണ്ട്. ഇത് 6 മാസം കൊണ്ടല്ല, ഇത് ഒരു വർഷം കൊണ്ടാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വട്ടം നിക്ഷേപിച്ചാൽ മതി, ബ്രീഡ് ആവും. പിന്നെ നമുക്ക് കുഞ്ഞിടേണ്ട കാര്യമില്ല, നാച്ചുറൽ ബ്രീഡിങ്ങാ. പിന്നെ ആ കുളത്തിൽ നമുക്ക് പിടിച്ചുകൊണ്ടേയിരിക്കാം. പിന്നെ നമ്മൾ തീറ്റ മാത്രം ഇട്ടാൽ മതി. ഇതിന് നമ്മള് ചേട്ടൻ നേരത്തെ പറഞ്ഞ കൈത്തീറ്റയും ഇത് കൊടുത്താൽ മതി. ചാണകവും തവിടും പിണ്ണാക്കും കൂടി കുഴച്ചു കൊടുക്കാം. പിന്നെ തെങ്ങുംപട്ട, കൊതുമ്പ് അതൊക്കെ ഇട്ട് കൊടുക്കാം കുളത്തിൽ. അധികം മുങ്ങി പോരുത് തെങ്ങുംപട്ട ഇടുമ്പോൾ. അതൊരടി വെള്ളത്തിൽ പൊന്തി കിടക്കാവുന്ന രീതിയിൽ വേണം. സൂര്യപ്രകാശം അടിക്കണം തെങ്ങുംപട്ടയിൽ. ഈ തെങ്ങുംപട്ടയിൽ ഉണ്ടാകുന്ന പ്ലവങ്ങളും ആൽഗകളാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്. തെങ്ങുംപട്ടയിൽ ഒരുപാട് പൂപ്പലും പായലും കാണാൻ പറ്റും. അതാണ് ഇവരെ ഏറ്റവും ഇഷ്ട ഭക്ഷണം. അപ്പോൾ നമുക്കിത് സിമ്പിൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ കരിമീൻ കൃഷിയാണ്. നമ്മൾ തന്നെ തിരിച്ചെടുക്കും. നിങ്ങൾക്ക് ആർക്കും പേടി വേണ്ട. കുളങ്ങൾ ഉണ്ടെങ്കിൽ കുളങ്ങൾ ആദ്യം ഇറഡിക്കേഷൻ ചെയ്യാം, വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ വേണം കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനായിട്ട്. നമുക്ക് ഈ സൈസ് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ വില വരുന്നുണ്ട്? ഇതൊക്കെ നമ്മളൊരു 9 രൂപ 10 രൂപ റേഞ്ചിൽ കൊടുക്കുന്നുണ്ട്. 9-10 രൂപ. ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും. നമുക്കിത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് പുറത്തേക്ക് വേണമെങ്കിൽ നമുക്ക് അത് അയച്ചു തരാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇന്ത്യക്ക് പുറത്തേക്ക് ആരെങ്കിലും ആവശ്യമുണ്ട്, ഇന്ത്യക്ക് പുറത്ത് കരിമീൻ കൃഷിയോ വരാൽ കൃഷിയോ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം. നമ്മൾ അവിടെ വന്ന് അതിനുള്ള ഫാമും കാര്യങ്ങളൊക്കെ കൺസൾട്ട് ചെയ്ത് തരും. കൺസൾട്ടേഷൻ നമ്മൾ ചെയ്തു തരും. അതിനുള്ള ഫീ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഫാം ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് എത്താം. ഓക്കെ. ഫുൾ സെറ്റ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് മാത്രം മതി. ഫണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ബാങ്ക് ഉണ്ട്, നമുക്ക് ബാങ്ക് വഴി നമുക്ക് ലോൺ അപേക്ഷിക്കാം. അതിന് സബ്സിഡി കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്രോജക്റ്റ് നമ്മൾ റെഡി ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരും. വിളിക്കുമ്പോൾ പകല് വിളിക്കേണ്ട, വൈകിട്ട് 6 മണിക്ക് ശേഷം വിളിക്കുക. ഈ വെള്ളം ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. അതാണ് ഡെയിലി പണിയെടുക്കണം. ഇത് വേറെ ഫാമിലും ചെയ്യില്ല, കറണ്ട് കാശ് കൂടുന്നുണ്ടേ. നമ്മൾ ഇത്രയും വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം കയറ്റല്ലേ? അതെ, വീണ്ടും നിറയ്ക്കണ്ടേ? ഈ വരുന്ന കണക്ക് വേസ്റ്റ് ആകണ്ട, അതിങ്ങനെ വാഷ് ചെയ്ത് വിടണം നമ്മള്. സ്ലോപ്പ് ഇടുമ്പോ കഴുകാൻ എളുപ്പമാണ്. കഴുകാൻ എളുപ്പമാണ്. നമ്മളിവിടെ ഇങ്ങനെ ഡെയിലി വാഷ് ചെയ്യും. ഡെയിലി ചെയ്യും അല്ലേ? അപ്പോഴെ കുഞ്ഞുങ്ങൾ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാണാൻ നിങ്ങൾക്ക് ക്വാളിറ്റി കറുകറായിരിക്കും.
അപ്പോൾ ഇതാണ് നമ്മുടെ വരാൽ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്കൊരു സെൻറ്റിൽ നമുക്കൊരു 750 വരാൽ വരെ നമുക്ക് ഒരു സെൻറ്റിൽ ചെയ്യാൻ പറ്റും. ഒരു സെൻറ്റിൽ 750 വരാൽ ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമുക്ക് ഇപ്പോൾ ആഴം കൂടുതലുള്ള കുളങ്ങളാണെങ്കിൽ നമുക്ക് ഒരു സെൻറ്റിൽ 1000 വരെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സെൻറ്റിൽ 1000 വരെ ചെയ്യാം. അപ്പോൾ നമുക്ക് 10 അടി മേലെ 12 അടിയൊക്കെ ഉള്ള കുളങ്ങളാണ്. നമുക്ക് വെള്ളം കൃഷിക്ക് അധികം നനയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളം കയറി ഇറങ്ങി പോകുന്ന കുളങ്ങളാണ് എങ്കിൽ നമുക്ക് ഒരു സെൻറ്റിൽ 1000 വരെ നമുക്ക് വരാൽ കൃഷി ചെയ്യാൻ പറ്റും. ആ പല്ലറ്റ് ട്രെയിൻഡ് ആണ് വരാല്. നമുക്ക് ഇത് നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ കൈത്തീറ്റ കൊടുക്കലാണ് ഇതിന്റെ ഏറ്റവും കൃഷിയുടെ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ തീറ്റ ഉണ്ടാക്കുന്ന ഒരു പൗഡർ ഉണ്ട്, പ്രോട്ടീൻ ആയിട്ടുള്ള പൗഡർ. അത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് വരാലിന്റെ വളർച്ച കാലാവധി എത്രയാണ്? ഫുൾ വളർച്ച ഒരു 6 മുതൽ 7 മാസം കൊണ്ട് ഇത് ഏകദേശം 700 ഗ്രാം തൊട്ട് 1 കിലോ വരെ വളർച്ച കിട്ടും. പിന്നെ ഈ വരാലിന്റെ ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നിനെ പിടിച്ച് തിന്നുന്നുണ്ടല്ലോ. പിടിച്ച് തിന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, തുടക്കത്തിൽ നമ്മൾ 4 മുതൽ 5 നേരം വരെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുക സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ ഇവർക്ക് പരസ്പരം വിശക്കുമ്പോഴാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷിക്കുന്നത്. അപ്പൊ വിശക്കാനുള്ള വഴി കൊടുക്കരുത്. അപ്പൊ ഒരു 5 നേരമായിട്ട് ഇവരുടെ തീറ്റക്രമം ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിന്നുന്നതായിട്ടുള്ള ഇത് കുറയും. പിന്നെ കുറച്ച് വലിപ്പമായി കഴിഞ്ഞാൽ സ്റ്റാർട്ടർ ഫ്ലോട്ടിംഗ് ഫീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ അങ്ങോട്ടും പിടിച്ച് തിന്നല് കുറയും. അപ്പൊ നമുക്ക് തീറ്റ സമയം കുറയ്ക്കാം. പിന്നെ 1 നേരം 2 നേരം കൊടുത്താൽ മതി. അപ്പൊ ഇത് സ്റ്റാർട്ടിങ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, 4 മുതൽ 5 നേരം വരെ തീറ്റ കൊടുക്കുക. ഇതിപ്പോ ഈ സൈസ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇവിടെ നിന്ന് എത്രയൊക്കെയാണ് കൊടുക്കുന്നത്? ഇതിപ്പോ നമുക്ക് ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7 രൂപ റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു സൈസ് നമുക്കൊരു 3-3.5 ഇഞ്ച് വലിപ്പമുണ്ട്. കണ്ടല്ലേ? 7 രൂപയായിട്ടാണ്. അതെ. പിന്നെ ഇതിന്റെ വലിയ കുഞ്ഞുങ്ങളുണ്ട്, അത് 10 രൂപ വരും. 10 രൂപ. ഒരു 4-4.5 ഇഞ്ച് 5 ഇഞ്ചൊക്കെ വലിപ്പം വരുന്നത്. അതൊരു 10 രൂപ റേഞ്ച് വരും. വലിയ കുഞ്ഞായിരിക്കും. ഇപ്പൊ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വരാല് തന്നെ. വരാല്, വാള രണ്ടും. അത് വരാല് 700 മുതൽ 1 കിലോ വരുമ്പോ വാള വരുന്നത് 3 കിലോ ആണ്. അപ്പൊ വെയിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ വാളയും ഇതിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് തരുന്ന ഒരു കൃഷി തന്നെയാണ് വാളയും. അതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെട്ടറും കയറ്റി വിടാവുന്നതാണ് ഇതിന്റെ കൂടെ തന്നെ. വാളയുടെ ഒപ്പം നെട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ വളർത്ത ആവോലി അതാണ് നെട്ടർ എന്ന് പറഞ്ഞാല്. അത് നമുക്ക് വാള കൃഷിയുടെ ഒപ്പം, വരാലിന്റെ ഒപ്പം അല്ല, വാളയുടെ ഒപ്പം ചെയ്യാൻ പറ്റും. നല്ല സൈസായി കുട്ടികൾ, നല്ല സൈസാണ്. ഇതാണ് നമ്മുടെ കട്ട്ല എന്ന് പറഞ്ഞ മീൻ. കണ്ടോ? കട്ട്ല അല്ലേ? അതെ. കാർപ്പ് ഐറ്റത്തിൽ വരുന്നതാണ്. ഇത് വലിയ കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. ഏതാണ്ട് ഒരെണ്ണം 5 കിലോ ഒക്കെ സൈസ് വരും. 5 കിലോ? 5 കിലോ ഒക്കെ വരും. വലിയ കുളങ്ങളിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. നല്ല സൈസുള്ള ആഴമുള്ള കുളങ്ങളിൽ ഇടയാണല്ലേ? ആഴം വിസ്താരവും വേണം. ഒരു 50 സെന്റ് 60 സെന്റ് അങ്ങനെയുള്ള വലിയ കുളങ്ങളിലാണ് വളർച്ച കിട്ടുക. ഇതെങ്ങനെയാണ് ഇതിന്റെ തീറ്റയും വളർച്ചയും കാര്യങ്ങളൊക്കെ? ഇത് കാർപ്പ് ഇനങ്ങളിൽ വളരുന്ന ഒരു മീനാണ്. കാർപ്പ് വർഗ്ഗങ്ങളിൽ. അത് കാർപ്പ് വർഗ്ഗങ്ങളിൽ വെച്ചാല് കാർപ്പ് വർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വളർച്ച കിട്ടുന്ന മീനാണ് ഇതാണ്. ഇത് കാർപ്പ് വർഗ്ഗങ്ങളില് കുളങ്ങളിൽ മേൽത്തട്ടിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്ന ഒരു മീനും കൂടിയാണ് കട്ട്ല എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് കൈത്തീറ്റ കൊടുക്കാം, തവിട്, പിണ്ണാക്ക്, ചാണകം, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ്, ചോറ്, ഹോട്ടൽ വേസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാം. പച്ചക്കറി വേസ്റ്റ് കൊടുക്കാം. അതാണ് ഇതിന്റെ ഇഷ്ട ഭക്ഷണം. അപ്പൊ നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് വലിയ കുളങ്ങളിൽ വെറുതെ വിട്ടാലും ഇത് തനിയെ വളരും. ഇതിന് ആൽഗകളും മറ്റു പ്ലവകങ്ങളും ഭക്ഷിച്ച് വലുതാവാനുള്ള കഴിവുണ്ട്. മേൽത്തട്ടിൽ നിന്നാണ് ഇവർ ഭക്ഷണം സ്വീകരിക്കുക. അതായത് കുളങ്ങളുടെ മേൽത്തട്ടിൽ നിന്നാണ് ഇവർ ഭക്ഷണം സ്വീകരിക്കുക. അതുപോലെ തന്നെ ഒരു അടുത്ത വർഗ്ഗമാണ് രോഹു, മൃഗാല്, ഗ്രാസ് കാർപ്പ്. ഗ്രാസ് കാർപ്പ് എന്ന് പറയുമ്പോൾ ഇതേ കാർപ്പ് ഇനങ്ങളിൽ വരുന്ന മീൻ തന്നെയാണ്. ഗ്രാസ് കാർപ്പ് വെള്ളത്തിലെ പശു എന്നറിയപ്പെടുന്ന മത്സ്യമാണ്. അപ്പോൾ ഒരുപാട് ചണ്ടി കുളങ്ങളൊക്കെ ഉള്ള കുളങ്ങളിൽ നമുക്ക് കാർപ്പനുകൾ നിക്ഷേപിക്കുക. കുളങ്ങൾ വൃത്തിയാവാനും ചണ്ടിയും പുല്ലും ഒന്നും വരാണ്ട് വൃത്തിയായി കിടക്കാനുള്ള ഒരു കുളം കൂടിയാണ് കാർപ്പ്, ഗ്രാസ് കാർപ്പ്. ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞാൽ പുല്ല് തിന്നുന്ന മീനാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കുളങ്ങൾ നശിച്ചു പോകുന്നുണ്ട്, ചണ്ടിയും പുല്ലൊക്കെ വന്നിട്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഗ്രാസ് കാർപ്പിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ കുളം നശിച്ചു പോവില്ല, നല്ല വൃത്തിയിൽ കിടക്കും. അപ്പൊ അതിലുള്ള പുല്ലും ചണ്ടിയൊക്കെ അവർ തിന്ന് കുളം എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കും. സ്പെഷ്യൽ ആയിട്ട് തീറ്റ നമ്മൾ കണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ട.
ഓക്കെ, നമുക്ക് ഈ കട്ട്ല ഈ സൈസ് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് എത്ര വില വരും? ഈ സൈസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്, വലിയ കുഞ്ഞുങ്ങളാണ്, അത്യാവശ്യം വലിയ കുഞ്ഞു, ഒരു 9 രൂപ റേഞ്ച് വരും. 9 രൂപ റേഞ്ച് വരും. ഇത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇവിടെ കൊടുക്കാം. ഇതൊക്കെ നമുക്ക് വലിയ കുളങ്ങൾ അല്ലെങ്കിൽ കോൾപ്പടവുകള്, വലിയ പാടശേഖരങ്ങള്, ഇപ്പോ വലിയ വലിയ പാടങ്ങളൊക്കെ വെറുതെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇത് ലക്ഷക്കണക്കിന് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ടൺ കണക്കിന് നമുക്ക് എടുക്കാൻ പറ്റും. വേറെ ഭക്ഷണങ്ങളൊന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, നാച്ചുറൽ ആയിട്ട് വലുതാവും. ഇതാണ് ആസാം വാള. 5 കിലോ ഒക്കെ വരും. 5 കിലോ വരെ വെയിറ്റ്. നമ്മുടെ ഈ കുളത്തിൽ കിടക്കുന്നുണ്ട്, 5-6 കിലോ ഉണ്ട്. പിടിക്കണ്ടോ അത്? ഇത് ഇപ്പൊ പിടിക്കാൻ പറ്റില്ല, വെള്ളം കൂടുതലാണ്, കുറച്ച് മീനായില്ലേ. നമ്മൾ അന്നത്തെ വീഡിയോയിൽ എടുത്തായിരുന്നു. ഇതാണ് അനാബസ് എന്ന് പറഞ്ഞ മീൻ. അനാബസ് അല്ലേ? അനാബസ്. ഇതിന്റെ പ്രത്യേകത എന്താണ് ഏട്ടാ വരുന്നത്? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇത് ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്ന ഒരു മീനാണ്. ഇതിന്റെ ചെറിയ ടാങ്കുകൾ, ഇപ്പൊ നമുക്ക് വീടുകളിൽ നമുക്കൊരു 50 സ്ക്വയർ ഫീറ്റ് 25 സ്ക്വയർ ഫീറ്റുള്ള ചെറിയ ടാങ്കുകളിൽ വളർത്താൻ പറ്റിയ ഒരു മീനാണ് അനാബസ്. അതായത് അതിന് പ്രത്യേകിച്ച് നമ്മൾ വാട്ടർ ചേഞ്ച് അങ്ങനെ കാര്യങ്ങൾ, ഒരു വാട്ടർ ചേഞ്ചിന്റെ ആവശ്യമില്ല. നമുക്ക് തവിട്, ചോറ്, പിണ്ണാക്കൊക്കെ കൊടുക്കാം. ഇതാണ് വരാലി. ഉണ്ടോ? വരാല് നമ്മളിപ്പോ എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാലും നമ്മളതിൽ കൊടുക്കാണ്ടോ? എത്ര ആണെങ്കിലുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. ആളിലൊക്കെ കുഞ്ഞുങ്ങൾ. ഗൗരാമിയാണ് അല്ലേ? ഇത് ഗൗരാമിയാണ്. നല്ല റെഡിഷ് കണ്ണാണ് അല്ലേ ഇതിന്റെ? അതെ. ഈ ഇത്രയും വലിപ്പമുള്ള നമ്മള് കുഞ്ഞുങ്ങള് ഇപ്പൊ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്ന ആൾക്കാർക്ക് ഇതിപ്പോ ഒരു 2.5-3 ഇഞ്ചുള്ള കുഞ്ഞുങ്ങളാണ്. നമുക്കിതൊരു 5000 കുഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു 4 രൂപ കൊടുക്കാം. 4 രൂപ കൊടുക്കാം. 4 രൂപ. 3 ഇഞ്ച് വരെ വലിപ്പമുണ്ട്. 3 ഇഞ്ച് വലിപ്പമുള്ള ഈ കുഞ്ഞുങ്ങളെ നമുക്ക് 4 രൂപ കൊടുക്കാം. ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ 3.5 രൂപയ്ക്കും കൊടുക്കാം. നല്ല ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് 3.5 രൂപ. അതായത് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസ്. അത് വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ. അതായത് 2.5-3 ഇഞ്ച് വലിപ്പമുണ്ട്. കണ്ടോ? അത്യാവശ്യം വലിയ കുഞ്ഞുങ്ങളാണ്. കണ്ടോ സൈസ്? കണ്ടോ? ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നമുക്ക് 3.5-4 രൂപ കൊടുക്കാം. ഇതുപോലെ ബാരലിലാണ് നമ്മൾ അയക്കുക. ഇതിലുള്ള ബാരലിലാണ് അയക്കുക. ഇതിൽ ഏകദേശം ഒരു 3000 കുഞ്ഞുങ്ങളുണ്ട്. 3000 കുഞ്ഞുങ്ങളെ ഉള്ളൂ അല്ലേ? നമുക്കിത് എത്ര ദിവസം വരെ ഇങ്ങനെ ഇരിക്കും ചേട്ടാ നമ്മള് ഈ ബാരലാണ് അയക്കണമെങ്കിൽ? ഇതിപ്പോ നമുക്കൊരു 2 ദിവസം സുഖമായിട്ടിരിക്കും. 2 ദിവസം സുഖമായിട്ടിരിക്കും. 2 ദിവസം ഇരിക്കും. നമുക്ക് ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിൽ ഡെലിവറി കൊടുക്കാം. ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും, ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എവിടേക്ക് വേണമെങ്കിൽ ഡെലിവറി കൊടുക്കാം. ചെയ്യാൻ പറ്റും അല്ലേ? ഇങ്ങനെ ബാരലാണെങ്കിൽ നമുക്ക് അയച്ചു വിട്ട് കഴിഞ്ഞാൽ എവിടേക്ക് വേണമെങ്കിലും പാഴ്സൽ ചെല്ലും. പോകും. 2-3 ദിവസം ഇരിക്കും, കുഴപ്പമില്ല. അപ്പൊ നമുക്കിത് 3 ദിവസം ഇരിക്കണമെങ്കിൽ ഇതില് 1500 കുഞ്ഞുങ്ങൾ ഇട്ടാൽ മതി. 1500 കുഞ്ഞുങ്ങൾ. അപ്പൊ 3 ദിവസം വരെ ഇരിക്കും. അപ്പൊ നമുക്ക് വരാലിന്റെ ഫീഡാണ് ഇത് വരുന്നത്. വരാലിന്റെ ഫീഡാണ്. ഏകദേശം 43% പ്രോട്ടീനുള്ള ഫീഡാണ്. സ്റ്റാർട്ടർ ഫീഡാണ്.
അപ്പൊ ഇതിൽ സോയ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. സോയ പ്രോട്ടീൻ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഗ്രോത്ത് ആണ്. ഇപ്പൊ നമുക്ക് നോർമൽ തീറ്റകളിൽ വരുന്നത് അനിമൽ പ്രോട്ടീൻ ആണ് വരിക. അനിമൽ പ്രോട്ടീൻ ആകുമ്പോൾ എന്താ വെച്ചാല് ഗ്രോത്ത് കുറവായിരിക്കും. അപ്പം ഇത് സോയ പ്രോട്ടീൻ ആണെങ്കിൽ നല്ല സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള തീറ്റ കൊടുത്താൽ കുഞ്ഞുങ്ങൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് എന്റെ കുഞ്ഞുങ്ങള് നല്ല വളർച്ച ഉണ്ട് എല്ലാവരും പറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾ നമ്മൾ നോക്കണതിനനുസരിച്ച് ചെറുപ്പത്തിൽ അവരെ ബൂസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് അവരുടെ ഫ്യൂച്ചറിലുള്ള വളർച്ച. അപ്പം ഫ്യൂച്ചറിൽ നല്ല പ്രോട്ടീനുള്ള ഫീഡും നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങളാണെങ്കിൽ അവര് എങ്ങനെ പോലും ഒരു കിലോ ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. 2 കിലോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള വരാലിന്റെ കുഞ്ഞുങ്ങൾ എന്റെയാണ്. 2 കിലോ ആണ് 6 മാസം കൊണ്ട്. 6 മാസം 13 ദിവസം കൊണ്ട് റെക്കോർഡ് പറഞ്ഞാൽ എനിക്ക് അന്ന് പാലക്കാട് ഫിഷറീസിൽ അവര് റെക്കോർഡിക്കലി വളർച്ചയാണ് നോട്ട് ചെയ്തിട്ടുണ്ട്. 6 മാസം 13 ദിവസം കൊണ്ട് 2 കിലോ റെക്കോർഡിക്കലി, അത് പെല്ലറ്റ് കൊടുത്തിട്ട്. അപ്പൊ അതിന്റെ രഹസ്യം വേറെ ഒന്നുമല്ല, നമ്മളെ കുഞ്ഞുങ്ങളെ അത്രയും അധികം ചെറുതിൽ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ പല ആൾക്കാർക്കും വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ട്, വളരുന്നില്ല എന്നുള്ള കംപ്ലൈന്റ്. അപ്പൊ അവര് അവിടെ നിന്ന് എടുക്കട്ടെ, നമ്മുടെ എടുക്കുക, നല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കിട്ടും, ഗ്യാരണ്ടി ഉണ്ടാവും വളരുന്നുള്ളത്. തിരിച്ചെടുക്കും എന്നുള്ളത് നമ്മൾ